ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി നിന്നപ്പോൾ ആ സുഹൃത്തുക്കൾ ബാഗ് പിടിച്ച് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞു. അതായത് നമ്മൾ പട്ടാളത്തിൽ ചേരാൻ തീരുമാനിച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു പട്ടാളക്കാരൻ ഒന്നിക്കകത്ത് പോവുക അല്ലെങ്കിൽ പുറത്തു പോകാന്നാണ് പറഞ്ഞത്. പക്ഷെ അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ എൻ്റെ സുഹൃത്ത് ബൈജു അവൻ പറഞ്ഞ് നിന്നെ ഇല്ലെങ്കിൽ അകത്ത് വന്നില്ല വെടിവെക്കുന്ന പറഞ്ഞത്. അപ്പൊ അന്നെ അങ്ങനെ നോക്കുമ്പോൾ ദീർഘമായിട്ട് ഇങ്ങനെ ഗൗരവമായി നോക്കുന്നു. അങ്ങനെ യാദൃശ്യമായി ഉള്ളിൽ പോയതാണ് ഞാൻ പട്ടാളത്തിൽ. ഇങ്ങനെ സൈന്യത്തിൽ തുടരുന്ന സമയത്താണല്ലോ NSGയിലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ 27 മദ്രാസ് ബറ്റാലിയൻ ഒരു ഡീറ്റെയിൽ വന്നു, ഒരു വേക്കൻ്റ് വന്നു. അതിൽ ഞാനും എൻ്റെ പേര് കൊടുത്തു. ഒരാൾക്കേ അവസരം ഉണ്ടായിരുന്നുള്ളൂ, അത് താങ്കൾ തന്നെ സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ 20 കിലോ വെയിറ്റ് 20-20 എന്ന് പറയും. അതായത് 20 കിലോ വെയിറ്റും പുറത്ത് തൂക്കിക്കൊണ്ട് 20 കിലോ വെയിറ്റ് നടക്കണം. അത് ചിലപ്പോൾ 40 ആകും. ഫയറിങ് ഞങ്ങൾ എയിമഡ് ഫയർ അല്ല, വിത്തൗട്ട് എയിമഡ് ഫയറിംഗ് ആണ്. ടെററിസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് എയിം എടുക്കാനും സമയമില്ല. ഒരു 3 ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. ഒരു ദിവസം 1 ലിറ്റർ മാത്രം വെള്ളം തരും. അതേപോലെ 7 ദിവസം വെള്ളമൊന്നുമില്ലാതെ ഒരു കാട്ടിലെവിടെയും കൊണ്ടുപോയി അവിടുന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. അതായത് ഭക്ഷണമൊന്നും തരാതെ ഒരു കാട്ടിക്കൊണ്ടയാക്കും. അവിടെ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ അത് തപ്പിയെടുത്ത് കഴിച്ച് സർവൈവ് ചെയ്യണം. നമ്മളൊരു യൂസ് സേഫ്റ്റി ടാങ്കിൽ അതിൽ ഞങ്ങൾ അതിന്റെ സ്ലേവ് മാറ്റിക്കൊണ്ട് അതിൻ്റെ അകത്ത് ഇറക്കി നിർത്തും. ടോയ്ലറ്റിന്റെ സെപ്റ്റിക് ടാങ്കിൽ അതിൻ്റെ അകത്ത് ഇറക്കി നിർത്തും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരാൾ എടുത്തുകൊണ്ട് എന്താ ഓടുന്നത്. പക്ഷേ എനിക്ക് അപകടം സംഭവിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ കാര്യമായിരുന്നു ആ ട്രെയിനിങ്. ഓബ്രൈ ഹോട്ടലിൽ നിന്ന് 22 നിലയുള്ള ബിൽഡിങ്ങിൽ നിന്ന് എന്നെ ഒരാളാണ് എടുത്ത് താഴേക്ക് കൊണ്ടുവന്നത്. ഒരു കമാൻഡോയുടെ ജീവിതം നമുക്കൊക്കെ ആവേശം തരുന്നതാണ്. അവരുടെ ജീവിത കഥ കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാവും. ജീവൻ പണയം വെച്ച് ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമാൻഡോകൾ. തീവ്രമായ പരിശീലനത്തിന് ശേഷം ദുഷ്കരമായ ടാസ്കുകൾ നേരിട്ട് വിജയം വരിക്കുന്ന അവരുടെ ജീവിത കഥകൾ PV മനേഷ് എന്ന കമാൻഡോ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. ഈ മുംബൈ ആക്രമണം 2008 മുംബൈ ആക്രമണം ഉണ്ടാകുന്ന വിവരം നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? അത് എവിടെയായിരിക്കുമ്പോഴാണ്? ഞാൻ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ ഞങ്ങൾ നമ്മുടെ ഒരു അലേർട്ട് ട്രൂപ്സ് ഉണ്ടാവും. എപ്പോഴും അലേർട്ട് ട്രൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 60 പേര് എപ്പോഴും അലേർട്ടായി എയർപോർട്ടിന്റെ സൈഡ് എപ്പോഴും ഉണ്ടാവും. അതായത് എയർപോർട്ടിനെ ബേസ് ചെയ്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഏതെങ്കിലും തരം പുറപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യം IPL നടക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് IPL കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുംബൈയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞത്. ഒരുങ്ങിക്കോളൂ നമ്മൾ പോകണം എന്നുള്ള അറിയിപ്പ് എപ്പോഴാണ് വരുന്നത്? ഏകദേശം ഒരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ NSGനെ അലേർട്ട് ചെയ്തു. അപ്പം നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ IL ഫ്ലൈറ്റ് എയർഫോഴ്സിന്റെ IL ഫ്ലൈറ്റ് നമ്മൾ 200 പേരടങ്ങുന്ന ഒരു കമാൻഡോസ് അവിടെ സാന്ദർകൂസ് എയർപോർട്ടിൽ ഇറങ്ങി. ഇത്തരം ഒരു ഓപ്പറേഷൻ പുറപ്പെടുമ്പോൾ എവിടെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്? അതിന്റെ പ്ലാനുകൾ, അതിന്റെ മാപ്പുകൾ, അതിന്റെ ലൊക്കേഷൻ സ്കെച്ചുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബ്രീഫിംഗ് തരില്ലേ? അല്ല, ആദ്യം തന്നെ ഞങ്ങൾക്ക് ഒരു ഐഡിയ തരും. ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് പോകുന്നത്. പിന്നെ ബ്രീഫിംഗ് ഒക്കെ നടക്കുന്നത് ആ സ്ഥലത്ത് എത്തിയതിന് ശേഷം എത്തിയതിന് ശേഷമാണ് നമുക്ക് ബ്രീഫിംഗ് തരുന്നത്. ഇപ്പം മുംബൈയിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മുംബൈയിൽ ഞങ്ങൾ അവിടുന്ന് എത്തി. മുംബൈയിൽ ഇങ്ങനെ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നുണ്ട്. ആ അറ്റാക്ക് ഏതൊക്കെ പ്ലേസാണ് എന്താണെന്നൊരു ഐഡിയയുമില്ല. പക്ഷെ അവിടുന്ന് എത്തിക്കഴിഞ്ഞ് സന്ദർഭപ്പെട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി. പക്ഷേ അതിന് ഏറ്റവും മുംബൈയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അതിന് കൃത്യമായ ക്ലിയറൻസ് ചേരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരില്ല. കാരണം ഹേമന്ത് കർക്കറെ, അശോക് ആംറ്റെ, തലാസ്കർ എന്ന് പറയുന്ന ഈ പോലീസ് ഓഫീസർ മരണപ്പെട്ടു. അതായത് നമ്മൾ അവിടെ ചെന്നിറങ്ങി നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലാതായിരുന്നു. ഇല്ലായിരുന്നു. പിന്നെ ആരാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്? ആരാണ് പിന്നെ ഞങ്ങളെ ലീഡ് ചെയ്യുന്നത് ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ. അവരാണ് ഒരു ബ്രീഫ് ചെയ്തത്. കാരണം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നരിമാൻ ഹൗസ്, താജ് ഹോട്ടൽ, ട്രഡന്റ് ഓബ്രൈ ഹോട്ടൽ എന്ന് പറയുന്ന ഈ 3 സ്ഥലത്ത് ടെററിസ്റ്റുകൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ കിട്ടി. അതിനുശേഷം നമ്മൾ ഒരു ട്രൂപ്പ് ഫേസ് ഈ നരിമാൻ ഹൗസിലും താജ് ഹോട്ടലും ട്രഡന്റ് ഓബ്രൈ ഹോട്ടലും ഞങ്ങൾ 200 പേര് വന്നിരുന്നു. ആ 200 പേരെ ഈ 3 സ്ഥലങ്ങളിൽ വിഭജിച്ചിട്ട് അതിനൊരു ഔട്ടർ സ്ക്വാഡിനെ ഉണ്ടാക്കി. ഔട്ടർ സ്ക്വാഡ് ഇപ്പം നരിമാൻ ഹൗസിൽ ഞങ്ങൾ 3 നിലയുള്ള ബിൽഡിംഗ് ആയിരുന്നു. ആ 3 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ അകത്ത് ഞങ്ങൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഡ്രോപ്പായിട്ട് മുകളിൽ നിന്ന് താഴേക്കാണ് സെർച്ചിങ് ചെയ്യാം. കാരണം അല്ലെങ്കിൽ താഴെ നിന്ന് ഞങ്ങൾ മുകളിൽ പോകുമ്പോൾ അത് കാരണം ടെററിസ്റ്റിന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ ഈസിയും അതേപോലെ ഞങ്ങൾക്ക് കുറച്ച് വിഷമവും ഉണ്ടാവും. അത് ഏത് ഓപ്പറേഷനിലും സാധാരണഗതിയിൽ അങ്ങനെയാണ്, മുകളിൽ നിന്ന്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ അതിൻ്റെ ആ വരുന്ന അറ്റാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്ലാനിങ് ചെയ്യുന്നത്.
അപ്പോൾ നരിമാൻ ഹൗസിൽ 2 ടെററിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെററിസ്റ്റ് ഹെലികോപ്റ്ററിൽ ഡ്രോപ്പായി, മുകളിൽ ഡ്രോപ്പായി. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ഓരോ സെർച്ച് ചെയ്തു. ഈ ടെറസിൽ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങേണ്ട റൂട്ട് ഏത്, സ്റ്റെയർ എവിടെ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതാണ് കമാൻഡോ. കാരണം ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരാൾക്കാർക്കും അതേപോലെ നമ്മൾ ആ പ്രസൻറ്റ് സിറ്റുവേഷനെ ഞങ്ങൾക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പോൾ അതറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അതിനുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ അവിടെ നരിമാൻ ഹൗസിലെല്ലാം ഞാനുണ്ടായിരുന്നില്ല. നരിമാൻ ഹൗസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒരു കമാൻഡോ ഗജേന്ദ്ര സിംഗ് കഷ്ടപ്പെടുന്നത്. ഗജേന്ദ്ര സിംഗിന്റെ പേരധികം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ ഒരു ബാക്ക് സൈഡിൽ ഈ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിലാണ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആ ബിൽഡിങ്ങിന്റെ വേറൊരു ദിശയിലേക്ക്, ഇപ്പോൾ ഡോറും മറ്റുള്ള സംവിധാനമുള്ള ദിശയിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരു ജനലിൻ്റെ അടുത്തൂടെ മണങ്ങിയിട്ട് പോകണം. അങ്ങനെ നിവർന്ന് നിൽക്കാൻ നൂണ്ട് പോകണം, നൂണ്ട് കയറി പോകണം. അതൊരു ഡ്രില്ലാണ്, നമുക്ക് ഡ്രില്ലാണ്. പക്ഷേ യാദൃശ്ചികമായിട്ട് നിർഭാഗ്യവശാൽ നമ്മുടെ ഗജേന്ദ്ര സിംഗ് അവിടെ ഇങ്ങനെ ആ ജനലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നോക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ സൈഡിലൂടെ 3 ബുള്ളറ്റ്സ്, AK-47 3 ബുള്ളറ്റ്സ് വന്ന് അദ്ദേഹം സ്പോട്ടിൽ മരണപ്പെട്ടു. ഡോറ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ബന്ദ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഡോറ് ബ്ലാസ്റ്റ് ചെയ്തു. ഒരു ചാർജസ് വെച്ചിട്ട് ഡോറ് ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആ ബ്ലാസ്റ്റിൽ തന്നെ ആ 2 ടെററിസ്റ്റുകൾ മരണപ്പെട്ടു. പിന്നെ അവിടെ എല്ലാ ക്ലിയറൻസും ചെയ്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും. ഈ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിക്ക് പറ്റുന്നില്ല എന്നെങ്ങനെ ഉറപ്പുവരുത്തുന്നത്? അല്ല, ഞങ്ങൾ അതിന്റെ സേഫ്റ്റി ആംഗിളിൽ നിന്നതിന് ശേഷം മാത്രമാണ് ബ്ലാസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ പരിക്ക് പറ്റും. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് സത്യം പറഞ്ഞ് നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഫാമിലിനെ പോലും മറന്നുപോകും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. നമ്മൾ ഈ ഒരു ടാസ്ക് മാത്രമായിരിക്കും. യെസ്, അതെ, ടാസ്ക് മാത്രം. ഇപ്പോൾ ഒരു ഫാമിലിനെ ഓർത്ത് കഴിഞ്ഞാൽ, അല്ല എൻ്റെ വൈഫ്, ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ മകനും എൻ്റെ വൈഫും ഡൽഹിയിൽ എൻ്റെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. അവന് മകനെന്ന് 6 മാസം മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ ഇത്തരം സിറ്റുവേഷനിലും ഞാൻ എപ്പോഴും മരണപ്പെടാമെന്ന് തോന്നി ഞാൻ പോകുമ്പോൾ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖമോ അല്ല എൻ്റെ മകൻ്റെ മുഖമോ എൻ്റെ ഓർമ്മയിൽ വന്നു കഴിഞ്ഞാൽ ഞാനും സ്വാർത്ഥനാവുമായിരുന്നു. ഞാനൊരു മനുഷ്യനാണ്. അപ്പോൾ ആ രീതിയിലേക്കല്ല. നമ്മളൊരു ഓപ്പറേഷൻ കാണുമ്പോൾ ഏറ്റവും വെറുതെ തോന്നുന്നത് വെച്ചാൽ അവിടെ കുറേ ആൾക്കാർ മരണപ്പെട്ട്, ഈ നരിമാൻ ഹൗസുകളിലൊക്കെ ഒരു 10-12 പേര് മരണപ്പെട്ട് അവരുടെയൊക്കെ ബ്ലഡൊക്കെ, ബോഡിയൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ ആ ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയൊക്കെ ഞങ്ങളാണ് മാറ്റിയത്. അപ്പോൾ ആ ബോഡിയൊക്കെ മാറ്റും. അത് കാണുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ. അതിൽ സ്വന്തം എത്ര കണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാലും അവരില്ലാണ്ടാക്കണമെന്ന ഒരു തോന്നൽ മാത്രമേ ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഒരു കലി ഉണ്ടാവുമല്ലോ. ഒരു കലി ഒരു നമ്മുടെ വെറി, വല്ലാത്തൊരു വെറി, ആ ഒരു വെറി ഉണ്ടാവും. അപ്പോൾ ഈ നരിമാൻ ഹൗസ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് താജ് ഹോട്ടലിൽ, അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് താജ് ഹോട്ടൽ. ഏകദേശം 40-42 ആൾക്കാരും അത് വിദേശികളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ ആ ഹോട്ടലിൽ അവിടെ പോകുമ്പോൾ ഓരോ ഫ്ലോറിലും പോകുമ്പോൾ അതിൻ്റെ കോറിഡോറിലൊക്കെ ഈ ബ്ലഡ് ചളി പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു. വല്ലാതൊരു സിറ്റുവേഷനിലായിരുന്നു. ഡെഡ് ബോഡികൾ ഉണ്ടായിരുന്നു. ആ ഡെഡ് ബോഡികളൊക്കെ ഈ കഴുത്തിനൊക്കെ ഫയർ വെടികൊണ്ട് ഡെഡ് ബോഡി വീർത്ത്, അതിൽ കുട്ടികളും ഉണ്ടായിരുന്നു. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ദിവസം കഴിഞ്ഞില്ലേ? ഒരു ദിവസം കഴിഞ്ഞു. ഈ താജ് ഹോട്ടൽ ഓപ്പറേഷൻ നടക്കുമ്പോഴേക്കും ഏകദേശം 23 മണിക്കൂറോളായിരുന്നു. ഈ ബോഡിയൊക്കെ മോശമായി വീർത്ത്, സ്മെല്ല് വന്നിട്ടില്ല, അതിന്റെ വീർത്തിട്ട് അവർ വല്ലാത്തൊരവസ്ഥ. കാരണം ഏതൊരു മനുഷ്യനായാലും പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്ന വല്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഏത് ഫ്ലോറിലാണ് ഈ ടെററിസ്റ്റുകളുള്ളതെന്ന് എങ്ങനെ ഐഡന്റിഫൈ? അത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാതെ മുന്നേ ഈ മാധ്യമങ്ങളൊക്കെ ഈ കൃത്യമായിട്ട് അതിന്റെ വേർഷൻസ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇന്റർസെപ്റ്റിലൂടെ കാര്യങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇന്ന ഫോഴ്സ് ഇന്നതിൽ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നു. അവർ ഈ ഓരോ ക്യാമറയും സൂം ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ മൂവ്മെന്റ്സും ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പം അതിനുശേഷമാണ് സാറ് ചിലപ്പോൾ അറിയായിരിക്കും, വീക്ഷിച്ചു കഴിഞ്ഞാൽ ആ ടെലികാസ്റ്റ് നിർത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ കുറച്ച് സമയം നിർത്തി വെച്ചു. ഇതെങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് മനസ്സിലാവുന്ന അറിയുന്നുണ്ടായി. അതായത് ടെററിസ്റ്റുകൾ എങ്ങനെ നമ്മുടെ മൂവ്മെന്റ് അറിയുന്നു നിങ്ങൾക്ക് സംശയമായി. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ടെററിസ്റ്റുകൾ നിങ്ങളുടെ നീക്കം അറിയുന്നത്. എങ്ങനെയാണ് അറിഞ്ഞത്? പിന്നെ ഞങ്ങളും ആ ടെലിവിഷൻ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ മൂവ്മെന്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഇന്റർസെപ്റ്റിലൂടെ പാകിസ്ഥാനിൽ നിന്ന് വരെ അവർക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ടെലികാസ്റ്റ് നിർത്താൻ പറഞ്ഞതും
പിന്നെ ടെലികാസ്റ്റ് ചെയ്തു. കാണിച്ചത് തന്നെ കാണിക്കാൻ വേണ്ടി തുടങ്ങി. പുതിയ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവസാനം താജ് ഹോട്ടലിൽ 4 ടെററിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ടെററിസ്റ്റ് ഉണ്ടാകുമ്പോൾ ഓരോ മൂവ്മെന്റ്സും ഞങ്ങൾ ഇന്നപ്പോൾ ആ കോറിഡോറിലുള്ള എല്ലാ ബോഡികളും മാറ്റി. നിങ്ങൾ ചെല്ലുമ്പോൾ അതിനകത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള കുറെ മനുഷ്യരുണ്ടായിരുന്നില്ലേ? ബന്ദികളായിട്ടുണ്ടായിരുന്നു. ആ ബന്ദികളുണ്ടായിരുന്നു. അവർക്ക് പക്ഷേ നിങ്ങൾ ആരാണ്, കമാൻഡോസ് ആണോ ടെററിസ്റ്റ് ആണോ എന്നൊരു സംശയം ഉണ്ടാവില്ലേ? കൃത്യമായിട്ടും സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അതിന്റെ വേറൊരു സംഭവത്തിലേക്ക് അടുത്ത ഓബറോയ് ഹോട്ടലിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ വരാം. അപ്പോൾ ഈ പറയുന്ന താജ് ഹോട്ടലിന്റെ ഈ സ്ഥലങ്ങളിലൊക്കെ ചില സന്ദർഭത്തിൽ ഒരു ഡോർ, ഒരു റൂം തുറക്കാൻ വേണ്ടി പോയാൽ തന്നെ തുറക്കില്ല. അവർ ഭയന്ന്, ടെററിസ്റ്റാന്ന് വിചാരിച്ച് ഭയന്നു. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ കമാൻഡോസാണ്, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് വരും, ചില ആൾക്കാർ തുറക്കാതിരിക്കും. ആ സമയത്ത് നമ്മുടെ ഒരു ചാർജർ ഉപയോഗിച്ച് ഡോർ ബ്ലാസ്റ്റ് ചെയ്ത് അവരെ രക്ഷിക്കും. നമ്മുടെ ഒരു കമാൻഡോ സുനിൽ കുമാർ യോധ, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രസ്റ്റ് ഫയർ വന്നു, ഏകദേശം 7 റൗണ്ടോളം. ബ്രസ്റ്റ് ഫയർ എന്ന് പറഞ്ഞാൽ നേരെ ബ്രസ്റ്റ് ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 റൗണ്ട്സ് ഒപ്പരം വന്നിട്ട് ചെസ്റ്റിൻ്റെ ഈ സൈഡ് കൊണ്ട് ഒരു 4 റൗണ്ടോളം ബുള്ളറ്റ് പ്രൂഫിന് തട്ടി പോയി. അത് കഴിഞ്ഞ് 3 റൗണ്ട് അദ്ദേഹത്തിൻ്റെ 1 റൗണ്ട് അദ്ദേഹത്തിൻ്റെ റിബ്സിൻ്റെ ഉള്ളിൽ ഇറങ്ങി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ ടെററിസ്റ്റ് ഇവിടെ തന്നെയുണ്ട് എന്ന് മനസ്സിലായി. അതിനെ നോക്കിക്കൊണ്ട് സന്ദീപ് സാവ്, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാവ് വന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു കോൺഫറൻസ് ഹാളായിരുന്നു. ഈ കോൺഫറൻസ് ഹാളിൻ്റെ എൻട്രൻസിൽ നിന്ന് ഔട്ടർ ഡോറിൽ നിന്ന് ഒരു സ്ക്രീന് ചെയ്തുകൊണ്ട് ഒരു ടെററിസ്റ്റ് സ്ക്രീൻ ചെയ്തുകൊണ്ടും ആ ഡോറ് ക്രോസ് ആയി പോയപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് 2 ടെററിസ്റ്റുകൾ അദ്ദേഹത്തിന് ഫയർ ചെയ്തു. പക്ഷേ തനിക്ക് നേരെ വന്ന് നിറയൊഴിച്ച 2 ടെററിസ്റ്റുകളെയും തിരിഞ്ഞു നിന്നുകൊണ്ട് 2 ടെററിസ്റ്റുകളെ വധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരികയും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാനേഡ്, മറ്റുള്ള ടെററിസ്റ്റുകൾ ഗ്രാനേഡ് ത്രോ ചെയ്യുക ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ആകുമ്പോൾ. പക്ഷെ അതിന് ശേഷമാണ് നമ്മളൊരു പെട്രോൾ ചാർജർ ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്തപ്പോഴാണ് വീണ്ടും താജ് ഹോട്ടൽ തീ പിടിച്ച് ഒരു ഗോളായി. അങ്ങനെ സന്ദീപ് സാറിൻ്റെ ഒഴിയെടുത്തു. അവസാനം മറ്റ് 2 ടെററിസ്റ്റുകളും ഒരു റൂമിൻ്റെ അകത്തുണ്ടാകുമ്പോൾ ആ റൂം തന്നെ ബ്ലാസ്റ്റ് ചെയ്ത് ആ 2 ടെററിസ്റ്റുകളെയും വധിച്ചു. അപ്പോൾ അങ്ങനെ 4 ടെററിസ്റ്റുകളെ വധിച്ചു. ഇത് ടെററിസ്റ്റുകൾ തീർന്നു നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ടെററിസ്റ്റുകൾ തീർന്നു എന്ന് മനസ്സിലാക്കുന്നത് എല്ലാ റൂമിലും പോയി ഞങ്ങൾ അതിൻ്റെ ക്ലിയറൻസ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ കൺഫേം ചെയ്യുള്ളൂ. ഈ താജ് ഹോട്ടലിലെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആണോ പിന്നീട് ഒബ്രോയിലേക്ക് പോകുന്നത്? ഇത് കഴിഞ്ഞ് ഈ ടെററിസ്റ്റുകൾ വധിച്ചെന്ന് തോന്നിയപ്പോൾ മറ്റുള്ള ക്ലിയറൻസ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ ഓബറോയ് ഹോട്ടലിൽ വെച്ചിട്ടാണ് എനിക്ക് അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ഓബറോയ് ഹോട്ടൽ 26 നിലയുള്ള ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഓബറോയ് ഹോട്ടലിലുള്ള ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് 2 ടെററിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ 2 ടെററിസ്റ്റുകൾ ഉണ്ടാകുന്നപ്പോൾ ഞങ്ങൾ താഴെ നിന്ന് റൂം ഇൻട്രോഷൻ ചെയ്ത് മുകളിലേക്ക് പോയി എല്ലാവരെയും ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ആദ്യം സാറിനോട് ഞാൻ പറയാമെന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ അവിടെയാണ് എനിക്കത്. കാരണം ഞാനൊരു റൂം ഇൻട്രവേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ റൂം ഇങ്ങനെ ചെറുങ്ങനെ തുറന്നു കിടന്നപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ആകുമ്പോൾ പെട്ടെന്ന് ഒരു ഗിറ്റാർ വെച്ചുകൊണ്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതൊരു ഫോറിനേഴ്സ് ആയിരുന്നു, ഇംഗ്ലണ്ടിൽ ഒരാൾ. ആ ഫോറിനർ ഗസ്റ്റുകളായിരുന്നു. അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്, കമാൻഡോസാണ് പറഞ്ഞ് അദ്ദേഹം നിന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ചൊരു കിസ് തന്നിട്ട് ആ ഒരു അനുഭൂതി അത് പറയാൻ വേണ്ടി പറ്റാത്തതാണ്. കാരണം ഒരാളെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ റൂമിൽ പോകുമ്പോൾ അത് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ജനല് ഇങ്ങനെ സ്ലൈഡിങ് ആണല്ലോ, ഗ്രില്ലില്ലാതെ സ്ലൈഡിങ് ഉള്ള അതിന് കെട്ടിയിട്ട് ഈ ബെഡ്ഷീറ്റൊക്കെ എത്ര കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ കെട്ടിയിട്ട് ഊർന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 2 നില ബിൽഡിങ്ങിന് പോലും ആ താഴെ എത്തിയിട്ടില്ല. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം നിശ്ചയമായിട്ട് നോക്കി നിൽക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇത് എത്ര നിലയിലായിരുന്നു? ഇത് 26ാമത്തെ നില. അവിടുന്ന് താഴേക്ക് കയറ് കെട്ടി ഇറങ്ങാൻ പുള്ളി ശ്രമിച്ചു. അതെ ഇറങ്ങാൻ ശ്രമിച്ചു. അപ്പം അങ്ങനെ പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ? അതെ, അതേപോലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർ ഇപ്പം നമ്മൾ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരുടെ അനുഭവം എന്ന് പറയുന്നത് ഭയത്തോടുകൂടി ഒരു സ്റ്റെപ്പ് പോലും മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. സ്തംഭിച്ചു എന്നത്. കാരണം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അവർ. കാരണം ഇവരൊക്കെ
ഈ ഒരു അന്താതുന്ത ഫയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അന്താതുന്ത ഫയറിംഗ് വെച്ചാൽ സ്പ്രേ ഫയറാണ് ചെയ്യുന്നത്, തലങ്ങും വിലങ്ങും ഫയർ ചെയ്യുക, ആ രീതിയിലേക്കാണ്. അപ്പോൾ എവിടെ നോക്കിയാലും വെടിശബ്ദങ്ങൾ, ബ്ലാസ്റ്റ്, ഗ്രാനേഡ് ത്രോ ചെയ്യുക, ഗ്രാനേഡ് ബ്ലാസ്റ്റ് ചെയ്യുക, അങ്ങനെ വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം. അങ്ങനെ 20ാമത്തെ നിലയിലെത്തുമ്പോഴേക്കും നമ്മളൊരു റൂം ഇന്റർവെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ റൂമിലാണെന്ന് മനസ്സിലായി. ആ റൂം ഇന്റർവെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ റൂമിൽ നിന്ന് പെട്ടെന്ന് ഫയർ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ റൂമിലാണ് ടെററിസ്റ്റുകൾ ഉള്ളത്. അവർ ഗ്രൂപ്പായിട്ടായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും ഒപ്പരമാണ്. ഇവർ ഒരു സിംഗിൾ ആയിട്ട് നിന്നിട്ടില്ല, എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട്. അവസാന സിറ്റുവേഷനിൽ എപ്പോഴും ഗ്രൂപ്പായിട്ടാണ് ഇവർ നിൽക്കുക. അപ്പോൾ ആ 2 പേരുണ്ടെന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ ഞങ്ങളത് എൻഗേജ് ചെയ്ത് വെച്ചു. ആ റൂമൊക്കെ എൻഗേജ് ചെയ്ത് വെച്ചു. അവർ വരാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഫയറും മറ്റുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിവിടെ ഉണ്ടെന്ന് അവരെ അറിയിക്കുക, അലേർട്ട് ചെയ്യുക. അവർ മറ്റു പണിക്ക് പോകരുത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ ഹോട്ടലിലുള്ള എല്ലാവരെയും സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം അവസാനം ഈ ഹോട്ടലിലേക്ക് ഞങ്ങൾ ഈ റൂമിലേക്ക് ചാർജ് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്തു. ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ ആ ബ്ലാസ്റ്റിന്റെ ആ തീയിൽ നിന്ന് അതിന്റെ സ്ക്രീനൊക്കെ തീ പിടിച്ചപ്പോൾ അതിൻ്റെ റൂം തീ പിടിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഡാങ്കറി കവർ റോൾ ഡ്രസ്സായിരുന്നു. ആ ഡ്രസ്സിന് തീ പിടിച്ചപ്പോൾ എൻ്റെ കൈ ഇവിടെ ഇങ്ങനെ പൊള്ളലേറ്റു. അപ്പോൾ ആ ഡോറ് ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഫ്രെയിം മാത്രം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ക്യാപ്റ്റൻ AK സിംഗ്, അതേപോലെ കുറേ ഒരു 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ഞാൻ ഫയർ ആൻഡ് മൂവ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി. പക്ഷേ ആ ടെററിസ്റ്റിന് രണ്ടാമത് ഫയർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഫയർ ചെയ്തപ്പോൾ അതിൻ്റെ ഇങ്ങനെ താഴേക്ക് ആ സ്ഥലത്തേക്ക് വന്നു. സ്പോട്ടിൽ അദ്ദേഹത്തെ വധിച്ചു. പിന്നെ ഞാൻ ഒരു റൂമിലേക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വെപ്പൻ്റെ ബാരലാണ് ഫ്രണ്ടിലുണ്ടാവുക. ഡോറിൻ്റെ സൈഡിൽ നിന്ന് ബാരൽ പിടിച്ച് വലിച്ചു. ഉള്ളിലേക്ക് വലിച്ചപ്പോൾ ഞാൻ ആ വെപ്പൺ വിട്ടപ്പോൾ ആ പ്രഷറിലേക്ക് അദ്ദേഹം വീഴാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തെ ചവിട്ടി താഴെ ഇട്ടുകൊണ്ട് എൻ്റെ സെക്കൻഡറി വെപ്പൺ പിസ്റ്റൾ എടുത്തിട്ട് ചെസ്റ്റും മുഖത്ത് ഫയർ ചെയ്തു. പക്ഷെ കൈ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞങ്ങളൊക്കെ ബെൽറ്റ് ഇടുന്നില്ലേ, നോർമൽ ബെൽറ്റ് ഇടുന്നപ്പോൾ ആ ബെൽറ്റിന്റെ ഉള്ളിൽ ഗ്രനേഡിന്റെ റിങ്ങിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രനേഡ് ഒരു സീരിയലാക്കി ഇട്ടിരിക്കുകയായിരുന്നു. കുറെ ഗ്രനേഡ്സ് ഒരു സീരിയലാക്കി ഇട്ടിരിക്കുന്നു, ഇവന്റെ അരയെ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു കൈ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ 2 കൈ യൂസ് ചെയ്തു, 2 പിന്നെ അവിടെ ഉണ്ടാവും. അങ്ങനെ ഗ്രനേഡ് മേലേക്ക് വലിച്ച് മുകളിലേക്ക് എറിഞ്ഞപ്പോൾ അത് താഴെ വന്ന് ബ്ലാസ്റ്റ് ആയാൽ, ഇതൊക്കെ ഓരോ മൈക്രോ സെക്കൻഡ് നടക്കുന്ന കാര്യങ്ങളാണ്. താഴെ വന്ന് ബ്ലാസ്റ്റ് ആയി ഞാൻ സ്പോട്ടിൽ മരിക്കുന്നു. ഞാനത് തലയിൽ ഹെഡ് ചെയ്തു. പക്ഷെ എൻ്റെ നിർഭാഗ്യവശാൽ 4 ഫീറ്റ് ഹെൽമെറ്റിന്റെ 4 ഫീറ്റ് മുകളിൽ തന്നെ അത് ബ്ലാസ്റ്റ് ആയി. ഈ ഭീകരന്റെ വെടിവെച്ച സമയത്ത് വെടി കൊണ്ടതിന് ശേഷമാണ് ഇവൻ ഈ ഗ്രനേഡ് പൊട്ടി. അതെ, മരിക്കുമ്പോൾ ഞങ്ങളുടെയും കൂടി കൊണ്ടുപോകാൻ അർത്ഥത്തിലേക്ക്. അപ്പോൾ ആ അവസാനം അതിന്റെ ഹെഡ് ചെയ്തപ്പോൾ അതിന്റെ 4 ഫീറ്റ് മുകളിൽ തന്നെ ബ്ലാസ്റ്റ് ആയി. മഴ പെയ്യുന്നത് പോലെ എൻ്റെ ഹെൽമെറ്റിന്റെ ഈ സൈഡിലൂടെ ഈ ചെറിയ സ്പ്ലിൻഡർ, അതിൽ ഒരു 3-4 സ്പ്ലിൻഡേഴ്സ് ഹെൽമെറ്റിന് തട്ടിപ്പോയി. എൻ്റെ പിന്നെ ഹെൽമെറ്റ് പൊട്ടിയിട്ട് അതിൻ്റെ ഗ്യാപ്പിലൂടെ 3 സ്പ്ലിൻഡർ അതിൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ AK സിംഗ് അദ്ദേഹം വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ കുറേ സമയമാണെങ്കിലും നിമിഷം കയറുന്നത് നടക്കുന്ന സമയം. അപ്പോഴേക്കാണ് ആ ബ്ലാസ്റ്റ് നടന്ന സമയത്ത് ക്യാപ്റ്റൻ AK സിംഗ് സാവൻ ആ സമയത്ത് ബോധം കിട്ടുപോയോ? അല്ല, ഞാൻ അബോധാവസ്ഥയിലാവുമ്പോഴേക്കും ക്യാപ്റ്റൻ AK സിംഗ് സാവിന്റെ കണ്ണിൽ പോയി എന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്ന ശബ്ദം ഞാൻ അവസാനം കേട്ടത് മനേഷ് കൂട്ടാവും. കാരണം എന്നെ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നെ എടുത്തു. പിന്നീടാണ് അറിഞ്ഞത്, എനിക്ക് ബോധം വന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരു 1.5 വർഷം കഴിയുമ്പോൾ എനിക്ക് അറിഞ്ഞത്. ഈ 1.5 വർഷം ബോധാവസ്ഥയിലായിരുന്നു? അല്ല, ഏകദേശം ഒരു 6 മാസത്തോളം കോമാ സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ സംസാരിക്കാനൊന്നും കഴിയില്ലായിരുന്നു. അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ വവ്വൽസ് വരില്ലായിരുന്നു. പിന്നെ 2.5 വർഷക്കാലത്തോളം ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്താണ് അറിയുന്നത് ക്യാപ്റ്റൻ AK സിംഗ് സാവിൻ്റെ വലത് കണ്ണിൽ ഒരു സ്പ്ലിൻഡർ പോയിട്ടും മനേഷിനെ എടുക്കൂ എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിനൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കമാൻഡോസ് അല്ലെങ്കിൽ നമ്മുടെ സൈനികരെല്ലാം ഒരു ഒറ്റ അമ്മ പെറ്റ മക്കളെ പോലെയാണ്.
കാരണം നമ്മൾക്ക് ജാതിയില്ല മതമില്ല. ഞാൻ കേരളക്കാരനാണ്, ഹരിയാനക്കാരനാണ് ക്യാപ്റ്റൻ എ കെ സിംഗ്. കേരളക്കാരനായ മനേഷ് കോട്ടാവോ എന്ന് സ്വന്തം കണ്ണുപോയിട്ട് ചില സമയത്ത് എൻ്റെ കണ്ണുപോയപ്പാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടാറാണ്. പക്ഷെ അതാണ് കമാൻഡോ. ഈ പരിക്ക് പറ്റി അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആക്കി താങ്കൾ പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു. എവിടെയായിരുന്നു? ഏത് ഹോസ്പിറ്റൽ? ആദ്യം ബോംബെ ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ആ കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവിടുന്ന് അശ്വിനിയിൽ ഹോസ്പിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അവിടുന്നാണ് അവിടെ കുറേ മാസങ്ങളോളം കടന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഡൽഹി RR ഹോസ്പിറ്റലിലേക്ക്. അതിന്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം ലീവ് വന്നിട്ടുണ്ടായി. ആരോഗ്യത്തോടു കൂടിയാണ് ആ സമയത്തൊക്കെ? വീൽ ചെയറിലാണ് ലീവിന് വന്നത്. അപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞത്? ഒരു ഏകദേശം 6 മാസം കഴിഞ്ഞിട്ട്. ശരി, 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബോധമൊക്കെ ആയി? ബോധമായി വെച്ചാൽ എനിക്ക് ഒന്നും പറയുന്നതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും ഓർമ്മയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. എല്ലാം ഒരു അത്ഭുതം പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്നത്തെ സിറ്റുവേഷൻ എനിക്ക് ഒന്നും അറിയില്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹി RR ഹോസ്പിറ്റലിൽ ഒരു 2.5 വർഷക്കാലം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഈ സൈഡ് ചെയ്ത് ഈ പാരലൈസ് ആയി, റൈറ്റ് സൈഡ് പാരലൈസ് ആയി. ബോംബെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം 2 സ്പ്ലിൻഡേഴ്സ് എടുത്തു. പക്ഷെ അവിടെ ഒരു കുഴി പോലെയായിരുന്നു, ഒരു സ്കിന്ന് മാത്രമേ പാച്ച് ചെയ്തു. പിന്നെ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇത് പ്ലേറ്റ് വെച്ച് ക്രാഫ്റ്റ് ചെയ്തു. ആ സ്പ്ലിൻഡേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അത് എടുത്തു കഴിഞ്ഞാൽ പെർമനന്റ് കോമ സ്റ്റേജിലാവും. കാരണം മറ്റുള്ള വെയിനൊക്കെ ഡാമേജ് ചെയ്യണം. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ശൗര്യ ചക്ര അവാർഡ് കിട്ടിയത്. അന്ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പ്രതിഭ പട്ടേൽജി ആയിരുന്നു ശൗര്യ ചക്ര അവാർഡ് തന്നത്. പക്ഷെ അന്ന് ഞാൻ ആ പ്രസിഡന്റിന്റെ ഭവനിൽ പോകുമ്പോൾ ഞാനിങ്ങനെ വീൽ ചെയറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ ആണ് എനിക്ക് തോന്നുന്നത് സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ നമ്മൾ ഒരു മനുഷ്യരെ മാത്രമേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി സ്നേഹിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മൺമറഞ്ഞു നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറായിരിക്കുമെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കൊണ്ടായിരിക്കാം സാറിൽ നിന്ന് ഒരു പുരസ്കാരം വാങ്ങാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. മള്ളിയൂർ ശങ്കരസ്മൃതി പുരസ്കാരം ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനും മള്ളിയൂർ പുരസ്കാരം ആ വർഷം എനിക്കായിരുന്നു കിട്ടിയത്. അന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് മള്ളിയൂർ പുരസ്കാരം വാങ്ങുമ്പോൾ സാറിൻ്റെ അടുത്തിരുത്തി എൻ്റെ തളർന്നുപോയ വലത് കൈ അദ്ദേഹത്തിന് മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഓരോ ഭാരതീയനും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ബയോഡേറ്റ എനിക്ക് വേണമെന്ന്. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ബയോഡേറ്റ ഞാൻ ചിന്തിച്ചു, അദ്ദേഹം എൻ്റെ ബയോഡേറ്റ വാങ്ങി എന്താണ് ചെയ്യേണ്ടത് ചിന്തിച്ചപ്പോൾ എൻ്റെ ബയോഡേറ്റ കൊടുത്തു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 6 മാസം കഴിഞ്ഞ് ഏഴുമല നേവൽ അക്കാദമിയുടെ ഒരു ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വന്നപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസർ എന്നെയും എൻ്റെ കുടുംബസമേതം വരണം, എൻ്റെ വീട് അതിൻ്റെ അടുത്താണെന്ന് വിളിപ്പിച്ചു. അങ്ങനെ സാറിനെ പോയി കണ്ടു. എൻ്റെ മകനൊരു പുഷ്പം കൊടുത്തു. സാറിൻ്റെ കൂടെ ഇരുന്ന് ഒരു കപ്പ് കോഫി കഴിക്കാൻ ഭാഗ്യം ലഭിച്ചു. എൻ്റെ അമ്മ രാഷ്ട്രപതി ഭവനിൽ എനിക്ക് അവാർഡ് വാങ്ങുമ്പോൾ എൻ്റെ ഫാമിലി ഒന്നടങ്ങുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അന്ന് ആ ടീ സൽക്കാരം നടക്കുമല്ലോ. അപ്പോൾ എൻ്റെ പ്രസിഡൻറ്റും അതേപോലെ പ്രൈം മിനിസ്റ്ററും മറ്റുള്ളവരൊക്കെ എൻ്റെ അമ്മയെ കൈപിടിച്ച് നിങ്ങളുടെ മകൻ രാജ്യത്തിന് ചെയ്ത വലിയൊരു കാര്യമാണ്, ആ മകനെ ഇത് കേട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മ ഒന്നും മിണ്ടാതെ വന്ന് ഒരത്ഭുതം പോലെ ഇങ്ങനെ നിന്നിട്ട് ഹോട്ടലിൽ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച അമ്മ പറഞ്ഞത് കരഞ്ഞുകൊണ്ട് പറയാം, നിനക്ക് ജന്മം നൽകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു മോനെ. എന്നാണ് ഈ സൈനിക സേവനത്തിൽ നിന്ന് പിന്നെ വിരമിക്കുന്നത്? 2025 ഫെബ്രുവരി 28 ഞാൻ സൈനിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. മദ്രാസ് റെജിമെൻറ്റിൽ നിന്ന് ഞാൻ എവിടുന്നാണോ വന്നത് അവിടെ നിന്ന് തന്നെ ഞാൻ ലാസ്റ്റ് വിരമിച്ചു വന്നു. ഇപ്പോൾ ആരോഗ്യമൊക്കെ എങ്ങനെ? ആരോഗ്യം റൈറ്റ് സൈഡ് പാരലൈസ് ആണ്. എനിക്ക് ഈ കൈയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ കൈ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷോറിങ് ആവും. പിന്നെ കാലിൻ്റെ ഫിംഗേഴ്സ് ഒന്നും വർക്കാവില്ല. ഇപ്പോൾ തലേൻ്റെ ഉള്ളിലുള്ളൊരു സ്പ്ലിൻഡറിൻ്റെ പീസ് ഉള്ളത് കൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് തലവേദന ഉണ്ടാവും. തലവേദന എപ്പോഴും എല്ലാവർക്കും. പക്ഷേ ആ തലവേദന എൻ്റെ സഹനശക്തിയോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയത്. മറ്റുള്ള അത്രമാത്രം കഠിനമായിട്ടുള്ള തലവേദനകൾ ചില സന്ദർഭങ്ങളിൽ വരും. ഓവർ ഹീറ്റ് ആകുമ്പോഴും ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ ടെൻഷൻ അവസ്ഥ കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാവും. പക്ഷെ ആ തലവേദന വരുമ്പോൾ സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഈ രാഷ്ട്രത്തിൻ്റെ പുരസ്കാരങ്ങൾ കിട്ടി, ശൗര്യചക്ര ലഭിച്ചു, അതിനൊക്കെ പുറമെ നമ്മൾക്കുണ്ടായ ഈ ശാരീരിക അവശതകൾ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിന് ഈ സൈന്യം ഇതിന് കോമ്പൻസേഷനോ അതിന് നഷ്ടപരിഹാരം അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം ഇല്ലേ?
സൈന്യം അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോമ്പൻസേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി പുറത്തു വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഡബിൾ പെൻഷൻ തരും. കാരണം ഒരു പെൻഷനിൽ നിന്ന് ഡബിൾ പെൻഷൻ. ഇപ്പോൾ എൻ്റെ ശൗര്യചക്ര അവാർഡിന് തന്നെ എനിക്കൊരു പൈസ ഒരു മാസം ഒരു തുകയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അവാർഡിനുള്ള കുറച്ച് ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. ചില സ്ഥലത്ത് സെൻട്രൽ ഗവൺമെൻറ് ഓവറോൾ നോക്കും, ചില സ്ഥലത്ത് സ്റ്റേറ്റാണ് ചില കാര്യങ്ങൾ നോക്കേണ്ടത്. ഇവിടെ സ്റ്റേറ്റിന്റെ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ? അതുണ്ട്, സ്റ്റേറ്റിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വൈഫിന് ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്. മറ്റെല്ലാ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും. അത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നടങ്കം സ്നേഹിച്ചിട്ടുണ്ട്. മോന് ഇപ്പൊ എത്ര വയസ്സായി? മോന് ഇപ്പോൾ 12th-ലാണ്. ഇനി നെക്സ്റ്റ് 12th-ലാണ് എക്സാം എഴുതുന്നത്. ഒരു മകനാണോ? ഒരു മകനാണുള്ളത്. വൈഫ് ഇവിടെ കണ്ണൂർ ജില്ലാ സൈനിക ബോർഡിൽ വർക്ക് ചെയ്യുന്നു. അമ്മയുണ്ട്, പിന്നെ ജ്യേഷ്ഠൻ. അച്ഛൻ ഈ 1.5 വർഷം മുന്നേ മരണപ്പെട്ടു. അതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ഈ ഓപ്പറേഷൻ ചെയ്തു, അതൊരു സക്സസ് ആയി. മനീഷ് ചെയ്ത പ്രവൃത്തിയിലൊന്നും ഹീറോയിസം കാണേണ്ട ആവശ്യമില്ല. കാരണം ഓരോ സൈനികനും ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഞാനും ചെയ്തു. അതിൽ ഞാൻ നിയുക്തമായി അത്രമാത്രം. എല്ലാ സൈനികരും ഈ പ്രവൃത്തി ചെയ്യാൻ യോഗ്യത തന്നെയാണ്. അവർ ചില അവസരങ്ങൾ ചില ആൾക്ക് കിട്ടുന്നു, ചില കിട്ടുന്നില്ല. പക്ഷേ ആ സമുദ്രത്തിൽ ഞാൻ ചെയ്യുമ്പോൾ എന്നിലൊരു ഹീറോയിസം കണ്ടു, ഇരിക്കൂ അല്ലെങ്കിൽ പോകൂ എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് തീർച്ചയായും ഞാൻ അതിനെ ഇഷ്ടപ്പെടും. കാരണം ഒരു സിമ്പതി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു കമാൻഡോ പോസ്റ്റിൽ വർക്കിയ ഒരു സൈനികൻ. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഒരു റൈറ്റ് സൈഡ് പാരലൈസ് ആയിട്ട് തലയുടെ ഭാഗത്ത് പകുതി ഭാഗമില്ലാതെ ഒരാൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കുന്നപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികൾ വന്നു. ആ കുട്ടികൾക്ക് ഞാൻ ബീച്ചിൽ രാവിലെ എൻ്റെ കടലിൻ്റെ സൈഡാണ്, എൻ്റെ ബീച്ചിൽ നടക്കാൻ വേണ്ടി പോകുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുട്ടികൾ സൈന്യത്തിൽ കയറി. അങ്ങനെ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് 97 കുട്ടികൾ രാജ്യത്തിൻ്റെ വിവിധ സേനാ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒരു ചലഞ്ചായി ഏറ്റെടുത്ത. അത് ഒരു ഗ്രാമത്തിൽ നിന്നാണ്, അഴീക്കോട് എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്ന്. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ആ ഗ്രാമത്തിൽ ഒരു 100 സൈനികരെ സൃഷ്ടിക്കുക എന്ന്. ഈ വരുന്ന ഒക്ടോബർ ആകുമ്പോഴേക്കും അത് 100-ൽ കവിഞ്ഞ് 112 ആളാവും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു. ശരീരത്തിൻ്റെ പാതി ഭാഗം ചലിക്കാതായെങ്കിലും ഇപ്പോഴും ആ കമാൻഡോയുടെ സ്പിരിറ്റ് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് രാഷ്ട്ര സേവനത്തിന് വേണ്ടി പുതിയ തലമുറയും കൂടെ തയ്യാറാക്കുന്ന ഒരു ആവേശം ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുകയാണ് അല്ലേ? ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട്. താങ്കളുടെ ജീവിതം, താങ്കളുടെ കോൺട്രിബ്യൂഷൻ, ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനം, ഇത്തരത്തിലുള്ള നിരവധി ചെറുപ്പക്കാരെ സൃഷ്ടിക്കാൻ താങ്കളുടെ ജീവിതം പ്രചോദനമാകും എന്ന് ഞങ്ങൾ കരുതുകയും ചെയ്യുന്നു. ഏതായാലും സഫാരി പ്രേക്ഷകരോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി. നന്ദി സർ, താങ്ക് യു.